ഹാജിമാരെല്ലാം നാട്ടിലോട്ട് കടന്നു വരികയാണ്. വിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ഹാജിമാര് നമ്മുടെ നാട്ടിലോട്ട് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കേണ്ടത്? ഒരു ഹാജിയെ കണ്ടുമുട്ടിയാൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. എന്താണ് ആ കാര്യങ്ങൾ? ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്കത് പഠിക്കാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഹാജിമാർ വിശുദ്ധ ഹറമിൽ ഹജ്ജ് ചെയ്ത് ഹാജിമാരായ ഹജ്ജുമ്മമാരും ഹാജിമാരും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? ഹാജിമാരെ എല്ലാം യാത്രയാക്കിയപ്പോൾ വളരെ ആവേശത്തോടെ, സന്തോഷത്തോടെ ദുആ ചെയ്യണമേ എന്ന് പറഞ്ഞവരെ നമ്മൾ കണ്ണുനീരോടുകൂടി ദുആ ചെയ്ത് യാത്രയാക്കി. അൽഹംദുലില്ലാഹ്, നല്ല രീതിയിൽ ഹജ്ജുൽ അക്ബർ, വെള്ളിയാഴ്ചയും അറഫയും ഒരുമിച്ച് വന്ന ഏറ്റവും നല്ല ഹജ്ജ് ചെയ്തവരായി അവർ നമ്മുടെ നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ മഹലിലുള്ള നമ്മുടെ കൂട്ടുകാരായ, നമ്മുടെ പ്രിയപ്പെട്ടവരായ ഹാജിമാരെ എങ്ങനെയാണ് വരവേൽക്കേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഹാജിമാരെ യാത്രയാക്കുന്നത് പോലെ തന്നെയാണ് ഹാജിമാർ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുമ്പോൾ വരവേൽക്കുന്നതും നമ്മുടെ മേൽ ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ്. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഹദീസ് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മിഷ്കാത്തിലുണ്ട് ഈ ഹദീസ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ ലഖീതൽ ഹാജ്ജ. 3 കാര്യങ്ങളാണ് ഒരു ഹാജിയെ കണ്ടുമുട്ടിയാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നെന്താണ്? ഇദാ ലഖീതൽ ഹാജ്ജ, ഒരു ഹാജിയെ നീ കണ്ടുമുട്ടിയാൽ ഫസല്ലിം അലൈഹി, അവനോട് നീ സലാം പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന നല്ല ഒരു തഹിയ്യത്തിന്റെ ഏറ്റവും നല്ല സലാം അവനോട് പറയണം. ഒരു ഹാജിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹജ്ജ് കഴിഞ്ഞവൻ മടങ്ങി വരുമ്പോൾ കവലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച ആ ദിനം പോലെ ഏറ്റവും പരിശുദ്ധനായിട്ടാണ് അവൻ മടങ്ങി വരുന്നത്. അങ്ങനെ വേണം ഓരോ ഹാജിയെയും നമ്മൾ കാണാൻ. അവന്റെ നേരത്തെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് അവന്റെ ഹജ്ജൊന്നും അള്ളാഹു സ്വീകരിക്കൂല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല, പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജ് എന്ന് പറയുന്ന പുണ്യമായ അമല് കഴിഞ്ഞു വരുന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹാ ജസാഉൻ ഇല്ലൽ ജന്ന. ഇത് നമ്മൾ പഠിച്ച ഹദീസാണല്ലോ. ഹജ്ജിന് അതിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നും ഇല്ലെന്നാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പൊ ഈ വരുന്ന ഹാജി യഥാർത്ഥത്തിൽ ഒരു സ്വർഗ അവകാശിയാണല്ലോ, ഒരു സ്വാലിഹായ മനുഷ്യനായിട്ടാണല്ലോ വരുന്നത്, പാപം പൊറുക്കപ്പെട്ടവനായിട്ടാണല്ലോ. അങ്ങനെ ആക്കട്ടെ നമ്മുടെ ഹാജിമാരെ എല്ലാവരെയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവരെ കാണുമ്പോൾ അങ്ങോട്ട് പോയി അവരോട് സലാം പറയണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് മുത്തുനബി തങ്ങൾ പറയുന്നു, വസ്വാഫിഹുഹു, അവരെ മുസാഫ ചെയ്യണം. പോരാ, അവരെ മുഅനക്ക ചെയ്യണം. അവരുമായിട്ടുള്ള ശാരീരികമായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചവരെ മുഅനക്ക ചെയ്യണം. യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മുഅനക്ക സുന്നത്തായിട്ടുള്ളത്. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇങ്ങനെ മുഅനക്ക ചെയ്യുമ്പോൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരെ അണച്ച് നമ്മൾ മുഅനക്ക ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട്. ഈ ദുആ നിങ്ങൾ മറന്നു പോകരുത്. സ്ക്രീനിന്റെ താഴെ ഞാൻ പറയുമ്പോൾ ഈ ദുആ എഴുതി കാണിക്കും. നിങ്ങൾ എഴുതിയെടുക്കണം, പഠിക്കണം, അത് ചൊല്ലണം. വളരെ പ്രതിഫലമുള്ള, ഹാജിയായ ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം തോന്നുന്ന ഒരു ദുആയാണ്. ഓരോ ഹാജിയെ കാണുമ്പോഴും നാം ചെയ്യേണ്ട ദുആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. വിശ്വവിഖ്യാതന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ ഇത് ഉണർത്തി തരുന്നുണ്ട്. ഓരോ ഹാജിയെയും നാം കണ്ടുമുട്ടി കഴിയുമ്പോൾ, അവരെ മുആനക്ക ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദുആ, തഖബ്ബലല്ലാഹു ഹജ്ജക, തഖബ്ബലല്ലാഹു ഹജ്ജക, നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ. വഅഅലമ അജ്റക, നിനക്ക് ഏറ്റവും നല്ല വണ്ണമായ കൂലി അല്ലാഹു തരട്ടെ. വഖലഫ നഫഖതക,
നീ ചെലവഴിച്ചതിനേക്കാൾ ഹൈറായത് നിനക്ക് അല്ലാഹു പകരം തരട്ടെ. ഈ ദുആ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. ഒരു ഹാജിയായ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം തോന്നിക്കുന്ന ഈ ദുആ ചൊല്ലുമ്പോൾ അത് ഏറ്റവും നല്ല സന്ദർഭവും ഹാജിയുടെ മനസ്സിൽ ഏറ്റവും നല്ല സന്തോഷവുമാകും. തഖബ്ബലല്ലാഹു ഹജ്ജക, നിന്റെ ആ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ. നോക്കിയേ, സ്ക്രീനിന്റെ താഴെ ആ ദുആ നിങ്ങൾക്ക് കാണാം. തഖബ്ബലല്ലാഹു ഹജ്ജക, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ. വഅഅ്ളമ അജ്റക, നിങ്ങളുടെ പ്രതിഫലം ഏറ്റവും വണ്ണമുള്ളതായ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ. മാത്രമല്ല നമ്മൾ വീണ്ടും പറയുന്നു, വഅഖ്ലഫ നഫഖതക, ഹജ്ജിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച പൈസയേക്കാൾ ഏറ്റവും നല്ലതിനെ അല്ലാഹു നിങ്ങൾക്ക് പകരം തരട്ടെ. കാരണം ഹജ്ജിന് വേണ്ടി ധാരാളം പൈസ ചെലവഴിച്ചു പോയവരാണല്ലോ നമ്മുടെ ഹാജിമാർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്നഫഖതു ഫിൽ ഹജ്ജി, ഹജ്ജിന് വേണ്ടി ചെലവഴിച്ച സമ്പത്ത് കന്നഫഖതി ഫീ സബീലില്ലാഹി ബിസബഇമിഅത്തി ളഅഫിൻ, 700 ഇരട്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ 700 ഇരട്ടി, അതിനേക്കാൾ 700 ഇരട്ടി ചെലവഴിച്ചവന്റെ പ്രതിഫലമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹജ്ജിന് പോയ ഹാജിമാരാരും ദരിദ്രരാവുകയില്ല, അവർക്ക് ഇടങ്ങേറ് വരികയില്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഇതെല്ലാം നമ്മുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ ദുആ നിങ്ങൾ കാണാതെ പഠിച്ചൊന്ന് ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. 1, അവരുടെ മേൽ സലാം പറയുക. 2, അവരെ മുസാഫ ചെയ്യുക, അവരെ മുആനക ചെയ്യുക. മുആനക ചെയ്യുമ്പോൾ ഈ ദുആ നിങ്ങൾ പറയുക. 3-ാമത്തേത് വളരെ പ്രധാനപ്പെട്ടത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമുറുഹു അയസ്തഗ്ഫിറ ലക ഖബ്ല അൻ യദ്ഖുല ബൈതഹു ഫഇന്നഹു മഗ്ഫൂറുൻ ലഹു. മുത്തുനബി തങ്ങൾ പറയുന്നു, അവന്റെ വീട്ടിൽ അവൻ പ്രവേശിക്കുന്നതിന് മുമ്പ് സാധ്യമാണെങ്കിൽ അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുവാൻ, തനിക്ക് വേണ്ടിയിട്ട് മഗ്ഫിറത്തിനെ തേടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവനോട് അപേക്ഷിക്കണം. കാരണം ഹജ്ജ് ചെയ്തു വരുന്ന ഹാജിക്ക് അവനിക്ക് പിന്നെ 4 മാസത്തോളം കാലം അവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, ഉസ്താദന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയേറെ ശ്രേഷ്ഠതയുള്ള ഈ അമല് നമ്മൾ ചെയ്യണം. ഹാജിമാരെ ഹജ്ജിന് യാത്ര അയച്ചതുപോലെ തന്നെ അവരെ സ്വീകരിക്കുമ്പോഴുള്ള ഈ അദബുകൾ നമ്മൾ പാലിക്കണം. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കണം. അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജി വമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്, ഹജ്ജ് ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കണമേ അല്ലാഹ്. അതുപോലെ തന്നെ ഹാജിയായ ഒരു മനുഷ്യൻ ആർക്ക് വേണ്ടിയൊക്കെ പൊറുക്കൽ തേടിയോ അവനിക്കും പുറത്തു കൊടുക്കണമേ അല്ലാഹ് എന്ന് ദുആ ചെയ്തതുപോലെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഓരോ ഹാജിയുടെ ദുആയ്ക്കും സാധിക്കും. അതുകൊണ്ട് അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, ആ ഹാജിക്ക് വേണ്ട ബഹുമാനങ്ങൾ കൊടുക്കുക, അവരെ സ്വീകരിക്കുക, അവരെ വീട്ടിൽ വിളിച്ച് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ നാട്ടുകാരായ നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം ബാധ്യതകളിൽ നിന്നെല്ലാം പിന്മാറി അവരെ കാണുമ്പോൾ പിന്നെ നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു ബന്ധമല്ല പിന്നെ വേണ്ടത്, അവരെ ബഹുമാനിക്കുക. കാരണം അവർ നല്ലൊരു കർമ്മം കഴിഞ്ഞ് വന്നവരാണ്. അത് അവരെ ആ ഹജ്ജ് അവർ കഷ്ടപ്പെട്ട് ചെയ്ത ആ ഹജ്ജ് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞ ദുആ, തഖബ്ബലല്ലാഹു ഹജ്ജക, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന്. അതോടുകൂടി നമുക്കും അല്ലാഹു നല്ല രീതിയിൽ ഹജ്ജ് ചെയ്ത് മടങ്ങി വരാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കും തരുമാറാവട്ടെ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് വ്യക്തമായി നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ, ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവാം, അറിവില്ലാത്തവരാകാം. കൃത്യമായിട്ട് ഇത് പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കാണാം. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.